പ്രാവശ്യം ഞാൻ കമ്മിറ്റ്മെന്റ് കൊടുത്താ പിന്നെ ഞാൻ ആരുടെ വാക്കും കേൾക്കില്ല. ഇതിനെയാണ് റിയൽ ഹീറോ എന്ന് പറയുന്നത്. ആളുകളുടെ മനസ്സിലെ റിയൽ ഹീറോ. ഒരു തവണ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പൂർത്തിയാക്കിയിരിക്കും. എനിക്കും ജനങ്ങളുടെ മനസ്സിൽ ഒരു സൂപ്പർ ഹീറോ ആവണം. ഞാനും ഇന്നു മുതൽ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്താൽ അത് മുഴുവനായിട്ടും ചെയ്യും. നിനക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഗ്യാസ് എത്തിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ചെയ്യടേ. ഇന്ന് സിലിണ്ടർ കിട്ടിയില്ലെങ്കിൽ കട അടയ്ക്കുകയേ നിവൃത്തിയുള്ളൂ. ഗ്യാസ് കൊണ്ടുവരാനുള്ള കമ്മിറ്റ്മെന്റ് ചെയ്യുമോട്ടു. എന്തുകൊണ്ടാ ഗ്യാസ് തരാത്ത? അവൻ ഒരു ദിവസം സമോസയ്ക്കായി എന്റെ അടുത്ത് വന്നു. ഞാൻ സമോസ തീർന്നെന്ന് പറഞ്ഞു. കാരണം അവൻ പൈസ തരാറില്ല. അന്ന് തൊട്ട് എപ്പോ ഞാൻ ഗ്യാസ് ചോദിച്ചാലും തീർന്നു പോയെന്നാ അവൻ പറയാറ്. ഞാൻ എന്താ ചെയ്യാ? അതെ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഗ്യാസ് നിങ്ങൾക്ക് ഞാൻ തരാം. ഇതെന്റെ കമ്മിറ്റ്മെന്റ് ആണ്. മോട്ടു, പറ്റാത്ത കമ്മിറ്റ്മെന്റ് ഒന്നും ഏറ്റെടുക്കണ്ട. അത് നിറവേറ്റാൻ കഴിയില്ല. ചേട്ടാ, ഞാൻ ഒരു പ്രാവശ്യം കമ്മിറ്റ്മെന്റ് ചെയ്താൽ പിന്നെ 10 പറഞ്ഞാലും ഞാൻ കേക്കില്ല. ഗ്യാസ് കിട്ടിയിരിക്കും, തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. എന്താ ചേട്ടാ, ഗ്യാസ് വേണോ? ഓ സോറി, ഗ്യാസ് തീർന്നു പോയല്ലോ. നിക്കൂ, നീ ഗ്യാസ് തന്നിട്ട് പോണം. മോട്ടു, നിക്കേ. മോട്ടു അവിടെ നിക്ക്. മോട്ടു, മോട്ടു താഴെ ഇറങ്ങ്. എന്താ? കണ്ടില്ലേ, ഞാൻ ഒരു പ്രാവശ്യം കമ്മിറ്റ്മെന്റ് ചെയ്താൽ പിന്നെ 10 പറഞ്ഞാലും കേക്കില്ല. അയ്യോ, എന്റെ നടുവടിഞ്ഞല്ലോ. താങ്ക് യു മോട്ടു. പക്ഷേ കുറച്ചു നാൾ ആശുപത്രിയിലാകുമെന്നാ തോന്നുന്നേ. മോട്ടു, നീ എനിക്കൊരു കമ്മിറ്റ്മെന്റ് താ. ഇനി ആർക്കും ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ്. എന്റെ നടു ഒടിഞ്ഞു. വാ, വീട്ടിൽ പോയിട്ട് ചുടുവെള്ളം വെച്ചിട്ടൊന്ന് ചൂട് പിടിക്കാം. മോട്ടു, എന്നെ ഒന്ന് സഹായിക്കാമോ? ആഹാ, തീർച്ചയായിട്ടും. പറ്റില്ല എന്ന് പറയില്ലല്ലോ. ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 10 പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ചുഴലിക്കാറ്റ് വന്നിട്ട് എന്റെ മേൽക്കൂര ആകെ പറത്തി കളഞ്ഞു. അതൊന്ന് ശരിയാക്കി തരുമോ? അല്ലെങ്കിൽ ഞാൻ മഴയത്ത് വല്ലാതെ ബുദ്ധിമുട്ടും. ഇപ്പൊ ശരിയാക്കി. മോട്ടു, മോട്ടു, ഈ ടൈൽസ് ശരിയാക്കുകയാണോ അതോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണോ? സോറി സോറി. ഇനി എന്റെ ജോലിയിൽ വല്ല പഴവുണ്ടായ ഈ 10 രൂപ ഞാൻ പഞ്ചിങ് ബാഗ് ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ജോലി ചെയ്തോ. ഓക്കെ? മോട്ടു, കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത് നീയാ, പക്ഷെ പണി കിട്ടുന്നത് എനിക്കാ. മോട്ടു, നിർത്ത്. ഈ പണിയൊന്ന് നിർത്ത്. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തതാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കാര്യം നോക്കൂ. നോക്കൂ ബോക്സർ ചേട്ടാ, ഞാൻ എന്റെ കമ്മിറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മോട്ടു പ്ലീസ്, നീ എനിക്കൊരു കമ്മിറ്റ്മെന്റ് താ. ഇനി ആർക്കും ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കരുത്. നീ വിഷമിക്കണ്ട പത്ലു, ഞാൻ നിന്നെ നല്ലോണം ശ്രദ്ധിച്ചോളാം.
ബോസ് ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. കൊള്ളാം, ഇത് നല്ല പ്ലാൻ തന്നെയാണ്. കഴിഞ്ഞു. അല്ല, എന്താ പറ്റിയ നിങ്ങൾക്ക്? എന്തിനാ ഇങ്ങനെ കരയുന്നേ? നോക്ക് മോനെ, എന്റെ ബോസിനെ അപകടകാരിയായ ഒരാൾ കിഡ്നാപ്പ് ചെയ്തിരിക്കയാ. അയാളെ രക്ഷിക്കണം. എന്റെ ബോസ് വളരെ നല്ല മനുഷ്യനാണ്. ആ അപകടകാരിയുടെ അടുത്ത് നിന്നും ഞാൻ നിങ്ങളുടെ ബോസിനെ രക്ഷിച്ചു തരാം. ലോകരെ മുഴുവനും സഹായിക്കുന്നത് എന്റെ ഒരു കടമയാണ്. മോനെ, പിന്നീട് നീ പറ്റില്ലാന്ന് പറയില്ലല്ലോ? ഓ, ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 10 പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. അങ്ങനെയോ? എന്ത് പിടിച്ചോ? എന്റെ ബോസ് ജോൺ ആണ്. ജോൺ ദ ഡോൺ. എന്റെ ബോസിനെ ചിങ്കമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. ഇനി രക്ഷിച്ചേ മതിയാകൂ. വാക്ക് മാറ്റരുത്. ഇപ്പൊ കണ്ടില്ലേ മോട്ടു, പെട്ടില്ലേ? പത്ലു, ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ജോണിനെ രക്ഷിക്കുന്നത് തെറ്റാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഈ ഐഡിയ ചെയ്തു കഴിഞ്ഞാൽ ജോൺ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാൻ പോകുന്നില്ല. നമ്പർ 1, നീ ചെല്ല്. ഞാൻ എന്റെ കമ്മിറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദാ വരുന്നു. ഞാൻ ജോണിനെ ചിങ്കം സാറിന്റെ കയ്യിൽ നിന്നും ജീവിതകാലം മുഴുവൻ രക്ഷിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എക്സ്ക്യൂസ് മീ, ഇവിടെ എന്റെ കൂട്ടുകാരനുണ്ട്. ഞാൻ ഇവിടുന്ന് അവനെ കൊണ്ടുപോയിക്കോട്ടെ? ഭൂതം സാറേ, നിങ്ങൾക്ക് ആരെ കാണുന്ന വെച്ചാ കണ്ടോളൂ. ഇത് നിങ്ങളുടെ ജയിലാണ് ഭൂതം. സാറിന്റെ കൂട്ടുകാരൻ ആരാണ്? പറഞ്ഞോളൂ. എന്റെ കൂട്ടുകാരൻ ജോണാണ്. ഞാൻ ജോണിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് വന്നത്. വേണ്ട വേണ്ട, അവൻ എന്റെ സുഹൃത്തൊന്നുമല്ല. ചിങ്ക സാറേ, എന്നെ അങ്ങോട്ട് വിളിക്കരുത് പ്ലീസ്. വേണ്ട വേണ്ട, പുറത്തേക്ക് പോ. ഇപ്പൊ തന്നെ നിന്റെ കൂട്ടുകാരോടൊപ്പം പുറത്തേക്ക് പോയിക്കോ. റിക്വസ്റ്റ് യു, ഐ റിക്വസ്റ്റ് യു, ഐ ബെഗ് യു, ഐ പ്ലീഡ് യു. കൂട്ടുകാരനെ കൊണ്ടുപോയിക്കോളൂ. എന്റെ അമ്മ, എനിക്ക് പോകട്ടെ. ലോകം ഇങ്ങനെ കാലിയാക്കിയിടുന്നത് അത്ര നല്ല കാര്യമല്ല സാറേ. അതിന് കാര്യമൊന്നല്ലല്ലോ, ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടല്ലോ. ചിങ്കം സാറേ, എന്നെ ഒന്ന് രക്ഷിക്ക. എന്നെ രക്ഷിക്കാന്ന് പറയുന്നത് നിങ്ങളുടെ ദൗത്യമാണ്. രക്ഷിക്ക. വരൂ ജോൺ, നിനക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്റെ കൂടെ. ഭൂതമ, ഈ മോട്ടൂന്റെ വീട്ടിലേക്ക് എന്നെ എന്തിനാ കൊണ്ടുവന്നത്? ബോട്ടുപത്തലു നിങ്ങളായിരുന്നു. താങ്ക് യു താങ്ക് യു. മോട്ടു, നീ നിന്റെ കമ്മിറ്റ്മെന്റ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിന് വളരെയധികം നന്ദിയുണ്ട് എനിക്ക്. ഞാൻ നിന്നെ ചിങ്കം സാറിന്റെ അടുത്തുനിന്ന് ജീവിതകാലം മുഴുവൻ രക്ഷിക്കുമെന്നാണ് കമ്മിറ്റ്മെന്റ് ചെയ്തത്. ഇനി നീ പുറത്തു പോയാലുണ്ടല്ലോ, അയാൾ വീണ്ടും നിന്നെ പിടിച്ച് ജയിലിലടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു നീ ഇവിടെ തന്നെ ഇരിക്കണോന്ന്. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? എന്നെ പുറത്തിറക്കി വിട്. നമ്പർ 1, നമ്പർ 2, എന്നെ രക്ഷിക്കുക. നമ്പർ 1, നമ്പർ 2, നിങ്ങളെ രണ്ടുപേരും ഇനി ഇവിടെ കണ്ടാൽ പിന്നെ നിങ്ങളെയും പിടിച്ച് ഞാൻ ഇതിനകത്ത് ഇടേണ്ടി വരും. മര്യാദക്ക് പോകാനാ പറഞ്ഞത്. ജോണേ, എപ്പോഴാണ് ചിങ്കം സാറ് ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് ആവുന്നത്? അതുവരേക്ക് നീ ഇതിനകത്ത് ഇരിക്കേ. തീറ്റയും കുടിയൊക്കെ അകത്ത് തന്നെ. എന്റെ ജോണ ഒരു 20-25 വർഷത്തിന്റെ കാര്യല്ലേ ഉള്ളൂ. അടിച്ചു പൊളിച്ചോ. എന്ത് 20-25 വർഷങ്ങളോ? ഇല്ല, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക. നമ്പർ 1, നമ്പർ 2, പോലീസിനെ വിളിക്ക.
നിങ്ങൾ എന്ത് പോലീസുകാരാ? കാണുന്നതെല്ലാം ഭൂതമാണെന്നാണ് വിചാരം. ആ ബോട്ടുമ്പത്തിലുമായിരുന്നു എന്റെ ഭൂതമാണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയത്. എന്റെ ഒന്ന് സാറേ, ഞാനൊരു സത്യസന്ധനായ കള്ളനാണ്, തികച്ചും സത്യസന്ധൻ. ഞാനിപ്പോ തിരിച്ചു വന്ന സ്ഥിതിക്ക് എല്ലാ പൂട്ടും നന്നായി തന്നെ പൂട്ടി വെച്ച് ഇനി ഞാൻ ഒരിക്കലും പോകാൻ പാടില്ല. എന്റെ അമ്മോ, ഈ ജോൺ എന്താ പറ്റിയത്? അത് വലിയ കഥയാണ് സാറേ, പിന്നീട് പറഞ്ഞു തരാം. സാറേ ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇത് ഞാൻ സാറിനോട് ചെയ്യുന്ന കമ്മിറ്റ്മെന്റ് ആണ്. വീണ്ടും കമ്മിറ്റ്മെന്റോ? സോറി